ഇവിടെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ഇമേജിൻ്റെ സൈസിലും നേച്ചറിലും വരുന്ന വ്യത്യാസമാണ് ഈ എക്സ്പെരിമെൻറ്റിൽ കാണിക്കുന്നത്. അതിൻ്റെ ഫോക്കൽ ലെങ്ത്, ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റിലോട്ട് പോവാം. ഇതിന് വേണ്ട മെറ്റീരിയൽസ് ഒരു വുഡൻ ലെൻസ് ഹോൾഡർ, പിന്നെ ഒരു കോൺവെക്സ് ലെൻസ്, ഫോക്കൽ ലെങ്ത് അത് നമ്മൾ പറഞ്ഞല്ലോ 20 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസ്, പിന്നെ സ്ക്രീൻ, ഇതിലാണ് നമുക്ക് ഇമേജ് കിട്ടുക, ഒരു വൈറ്റ് സ്ക്രീൻ, പിന്നെ ഒരു ക്യാൻഡിൽ ലൈറ്റ് കത്തിക്കുന്ന ക്യാൻഡിൽ, അതാണ് നമ്മുടെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുക, പിന്നെ വൈറ്റ് ചാർട്ട് പേപ്പർ. ഇതിനകത്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെല്ലാം ഈ ചാർട്ട് പേപ്പറിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ F1, 2F1, F2, 2F2 എല്ലാം മാർക്ക് ചെയ്തു. F1 20 സെൻറ്റിമീറ്ററിലായിരിക്കുമല്ലോ, കാരണം ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 20 ആണ്. അപ്പോൾ F1 20 സെൻറ്റിമീറ്റർ, F2 ഡബിൾ ആയിരിക്കും 40 സെൻറ്റിമീറ്റർ. അത് ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്തു. ഇനി ലെൻസിൻ്റെ റൈറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ സെയിം പൊസിഷൻ, അതായത് F2 20 സെൻറ്റിമീറ്ററും 2F2 40 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ലൈറ്റ്, ക്യാൻഡിൽ ലൈറ്റ് കത്തിക്കുന്നു. ക്യാൻഡിൽ ലൈറ്റ് കത്തിച്ച് നമ്മുടെ ഒബ്ജക്റ്റ് അതാണല്ലോ. എന്നിട്ട് ഈ ഒബ്ജക്റ്റിനെ വളരെ അകത്തിയിട്ട്, വളരെ വെരി ഫാറിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതാണ് ആദ്യത്തെ കേസ്. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് ലെൻസ് വഴി പാസ് ചെയ്തിട്ട് ഇമേജ് നമ്മുടെ സ്ക്രീനിൽ ഫോം ചെയ്യുന്നു. ക്ലിയർ ഇമേജ് കിട്ടുന്നത് സ്ക്രീൻ F2ൽ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴാണ്, അല്ലെങ്കിൽ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് F2ൽ വെച്ചപ്പോഴാണ് നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടിയത്. മനസ്സിലായോ? അപ്പോൾ സ്ക്രീനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് F2ൽ കൊണ്ട് വന്നപ്പോഴാണ് കറക്റ്റ് നല്ല ഹൈലി ഡിമിനിഷ്ഡും വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടിയത്. ഇവിടെ തന്നെ ഇമേജ് കണ്ടാൽ തന്നെ അറിയാം, വളരെ ഡിമിനിഷ്ഡാണ്, വളരെ ചെറിയ ഒരു ഇമേജാണ്, റിയലാണ്, ഇൻവേർട്ടഡ് ആണ് അല്ലേ. അപ്പോൾ പൊസിഷൻ എവിടെയാണ്? F2ൽ. ഇമേജിൻ്റെ പൊസിഷൻ F2ൽ. അടുത്ത കേസാണത് ബിയോണ്ട് 2F1 ആണ്. അതായത് കുറച്ചും കൂടെ അടുത്തേക്ക് കൊണ്ടുവന്നു, പക്ഷേ 2F1ന് അപ്പുറത്തുമാണ്. അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, അതായത് ക്യാൻഡിൽ ലൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഇമേജ് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ F2നും 2F2നും ഇടയിലായിരിക്കും ഇമേജ് ക്ലിയർ ആയിട്ട് കാണുക. മനസ്സിലായി? അപ്പോൾ അതിനൊന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി നൈറ്റ് മോഡിൽ ഇട്ടിരിക്കുന്നു. നല്ല ക്ലിയറായി കാണും. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവും, ഈ ഇമേജ് കണ്ടാൽ തന്നെ അറിയാം ഡിമിനിഷ്ഡ് ആണല്ലേ, ചെറിയ ഇമേജാണ്, റിയലാണ്, ഇൻവേർട്ടഡ് ആണ്. പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാണ് പറഞ്ഞത്? F2നും 2F2നും ഇടയിൽ. ഓക്കെ, ഇതെല്ലാം നോട്ട് ചെയ്യുക. പിന്നെ അടുത്ത കേസ് ഈ 2F1ലാണ് നമ്മുടെ ഒബ്ജക്റ്റ് വെക്കുന്നത്. 2F1ൽ വെച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഓരോ കേസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ വളരെ വെരി ഫാർ ഡിസ്റ്റൻസിൽ നിന്ന് ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ലെൻസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായിട്ട് ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ പൊസിഷനും ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ അടുത്ത കേസാണത്. കേസ് 3ൽ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 2F1ലാണ്, 2F1ൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിയർ ഇമേജ് കിട്ടാൻ വേണ്ടി സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ 2F2ലാണ് നമുക്ക് ഇമേജ്, നല്ല ക്ലിയർ ഇമേജ് കിട്ടിയത് 2F2ൽ. അപ്പോൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 2F1ലും ഇമേജ് കിട്ടിയത് 2F2ലും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും ഇതേപോലെ ഇമേജ് നമ്മൾ നൈറ്റ് മോഡലിട്ട് ക്ലിയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ അതേ സൈസാണ്, ക്യാൻഡിലിൻ്റെ ലൈറ്റിൻ്റെ അതേ സൈസാണ് ഇമേജ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ റിയലാണ്, ഇൻവേർട്ടഡ് ആണ് അല്ലേ, ഇൻവേർട്ടഡ് ആണ്. പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയാണ്? 2F2ൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത കേസ് അതേപോലെ തന്നെ. അടുത്ത കേസ് നൈറ്റ് മോഡിലിട്ടിരിക്കുകയാണ്. കേസ് 3 നൈറ്റ് മോഡിലിട്ടൊന്നുകൂടെ ക്ലിയറായി കാണാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കേസ് എന്ന് പറയുന്നത് F1നും 2F1നും ഇടയിലായിട്ട് ഒബ്ജക്റ്റ് വെച്ചു. F1നെയും 2F1ൻ്റെയും ഇടയിലായിട്ട് വീണ്ടും നമ്മൾ ഒബ്ജക്റ്റിനെ കുറച്ചും കൂടെ അടുത്തേക്ക് കൊണ്ടുവന്നു, ലെൻസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. F1നും 2F1ൻ്റെയും ഇടയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇമേജ് കുറച്ചും കൂടെ ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 2F2ൽ എത്തിയപ്പോഴാണ് ക്ലിയർ ഇമേജ് കിട്ടിയത്. അതായത് ഇമേജ് ഫോം ചെയ്യണത് എവിടെയാണ്? 2F2ലെ ബിയോണ്ട് 2F2. മനസ്സിലായോ? 2F2ൽ കിട്ടുന്നത് കേസ് 3ലാണ്. ഇത് ബിയോണ്ട് 2F2 ആണ് കേസ് 4ൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ ക്ലിയർ ഇമേജ് കിട്ടുന്നത് കണ്ടോ. നൈറ്റ് മോഡിലിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിനെ കാണുന്നത്, ഇമേജ് കാണുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്?
കുറച്ചും കൂടെ വലിയ ഇമേജാണ്. നേരത്തെ കണ്ടതിന് കേസ് 1ലും കേസ് 2ലും കേസ് 3യിലൊക്കെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ എൻലാർജ്ഡ് ഇമേജാണ്. റിയലാണ്, ഇൻവേർട്ടഡ് ആണ്, ബിയോണ്ട് 2F2ലാണ് അതിൻ്റെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇതും ഇതിൻ്റെയും 4th പൊസിഷനിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സും നോട്ട് ചെയ്യാം. ഇത് നൈറ്റ് മോഡിൽ ഇട്ടിരിക്കുന്നു, കണ്ട വളരെ എൻലാർജ്ഡ് ആണ് അല്ലേ. ഓക്കെ, ഇനി കേസ് 5 നമ്മൾ ഒബ്ജക്റ്റിന് ലെൻസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു, F1ൽ വെച്ചു. ഓക്കെ, ഒബ്ജക്റ്റ് ആയിട്ട് F1. അപ്പോൾ എവിടെയായിരിക്കും നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് നോക്കി. ഇമേജ് എവിടെയാണ്? വളരെ എൻലാർജ്ഡ് ആയിട്ട് ബിയോണ്ട് 2F2 അല്ലേ, ബിയോണ്ട് നൈറ്റ് മോഡിൽ ഇട്ടിരിക്കുകയാണ്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ. ഹൈലി എൻലാർജ്ഡ് ആണ്, ഇമേജ് കണ്ടാൽ തന്നെ അറിയാം ഹൈലി എൻലാർജ്ഡ് ആണ്. അതുപോലെ റിയലാണ്, ഇൻവേർട്ടഡ് ആണ്, വെരി ഫാർ ആണ് അല്ലേ, ബിയോണ്ട് 2F2 ആണ്. ഓക്കെ, അപ്പോൾ അത് വെരി ഫാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് അതിന് നമ്മൾ പറയും, അതുകൊണ്ടാണ് ഇൻഫിനിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നോട്ട് ചെയ്യാം. ഓക്കെ, എല്ലാം ഇനി കണ്ടോ വളരെ എൻലാർജ്ഡ് ആണ്, വളരെ ക്ലിയറായി കാണുന്നുണ്ട് ഇമേജ്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്, ലെൻസിൻ്റെ അടുത്തേക്ക് വീണ്ടും കൊണ്ടുവന്നു ഒബ്ജക്റ്റിനെ. അതായത് ബിറ്റ്വീൻ F1 ആൻഡ് ലെൻസിൻ്റെ അടുത്തിട്ട് വെച്ചു. F1ൻ്റെ മാർക്ക് ചെയ്തിട്ടുള്ള പൊസിഷൻ ഒന്നുമില്ലാതെ F1ൻ്റെയും ലെൻസിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെയാണ് കിട്ടുക, അല്ലെങ്കിൽ ഇമേജിൻ്റെ പൊസിഷൻ ചേഞ്ചസ് നേച്ചർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇമേജ് കാണാനേ ഇല്ല എന്ന് വെച്ചാൽ ഇമേജ് ഇല്ല. അപ്പോൾ ഈ ഒരു കേസിൽ അതായത് F1ൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യില്ല, മനസ്സിലായോ. അപ്പോൾ ഇതാണ് 6ാമത്തെ കേസ്. ഓക്കെ, ഇതും ഒരു സ്പെഷ്യൽ കേസാണ്. ഇനി ആ കേസിൽ ഇമേജ് ഫോം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ ലെൻസിലോട്ട് തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു വെർച്വൽ ഇറക്റ്റ് ഇമേജ് കാണുന്നുണ്ടാക്കണം. കണ്ടോ, വെർച്വൽ ഇറക്റ്റ് ഇമേജ് നിങ്ങൾക്ക് തന്നെ ലെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അങ്ങനെ ഈ കേസിൽ അതാണ് ഫോം ചെയ്യുന്നത്. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇറക്റ്റ് ഇമേജ് ആണ്, ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, ലെൻസിൻ്റെ അതേ സൈഡിലാണ് ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ,